പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 20 വെള്ളി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ശനിയാഴ്ച മുതൽ ശൈത്യകാലം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സുൽത്താനേറ്റിൽ നിലവിൽ താപനിലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ചില പർവ്വത ശിഖരങ്ങളിൽ മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽ ഷംസിലായിരുന്നു, 2 ഡിഗ്രി സെൽഷ്യസ്. സൈഖ് 4 ഡിഗ്രി, യങ്കൽ 11 ഡിഗ്രി, ജബൽ അൽ ഖമർ, ഗൈറൌൺ ഹൈരിത്തി 10 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മറ്റു സ്ഥലങ്ങൾ. വരും ദിവസങ്ങളിലും താപനില കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ വൻകിട കോർപ്പറേറ്റുകൾ മുതൽ ചെറുകിട മൈക്രോ എന്റർപ്രൈസസുകൾ വരെ സ്ഥാപനങ്ങളിൽ വേതന സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ ശക്തമാക്കി തൊഴിൽ മന്ത്രാലയം. ഇനി മുതൽ തൊഴിലാളികളുടെ വേതനം നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി 3 ദിവസത്തിനുള്ളിൽ ബാങ്കുകൾ വഴി കൈമാറണം. നേരത്തെ 7 ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു. WPS സംവിധാനത്തിൽ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ WPSലൂടെ തൊഴിലാളിയുടെ വേതനം കൈമാറ്റം ചെയ്യുന്നതിൽ നിന്ന് തൊഴിലുടമയെ ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിലാളി 30 ദിവസത്തിൽ കൂടുതൽ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രൂപത്തിൽ തൊഴിൽ തർക്കത്തിൽ ഏർപ്പെടുക, തൊഴിലുടമയുമായി ബന്ധമില്ലാത്ത കാരണങ്ങളാൽ 30 ദിവസത്തിൽ കൂടുതൽ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടൽ, 30 ദിവസത്തിന് ശേഷം ജോലി ഉപേക്ഷിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുക എന്നീ ഘട്ടങ്ങളിൽ ശമ്പളം മേൽപ്പറഞ്ഞ നിലയിൽ നൽകൽ നിർബന്ധമില്ല. 30 ദിവസത്തെ തൊഴിൽ പൂർത്തിയാക്കാത്ത പുതിയ ജോലികൾ, ശമ്പളമില്ലാത്ത അവധിയുള്ള തൊഴിലാളികൾ എന്നിവരുടെ വേതന കാര്യങ്ങളിലും മുകളിലെ ഉത്തരവ് ബാധകമല്ല. ഇതിനിടെ WPSൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തിയ 1,86,817 സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം മുന്നറിയിപ്പ് സന്ദേശം അയച്ചിരുന്നു. വലിയ വീഴ്ചകളുണ്ടാക്കിയ 57,396 സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പളമാറ്റ സംവിധാനമാണ് WPS. തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. WPS വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യ മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും. പിന്നീട് പിഴ ചുമത്തും. തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും. തൊഴിലാളികളുടെ വേതനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ തൊഴിലുടമ മന്ത്രാലയവുമായുള്ള തൊഴിൽ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. തൊഴിലാളികളുടെ ശമ്പളം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കമ്പനികൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കൃത്യമായ ഡാറ്റാബേസ് സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സുപ്രധാന ഘടകമായി WPSനെ കണക്കാക്കുന്നു. ഈ സംവിധാനം സുസ്ഥിരമായ തൊഴിലുടമ തൊഴിലാളി ബന്ധം പ്രോത്സാഹിപ്പിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വേതനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. കഴിഞ്ഞ വർഷം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് 24,000 പരാതികളാണ് മന്ത്രാലയത്തിന് ലഭിച്ചത്. ഇതിൽ 13,000 പരാതികളും വേതനവുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിനെതിരെ അധികൃതർ കഴിഞ്ഞ വർഷം ജനുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേതന സുരക്ഷാ സംവിധാനം പ്രാബല്യത്തിൽ വന്നത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ ശമ്പള വിതരണം കൂടുതൽ കൃത്യത വന്നിട്ടുണ്ട്. ഇന്ധനത്തിന്റെ ഗുണനിലവാരവും അളവിലെ കൃത്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മൊബൈൽ ലബോറട്ടറികൾ ആരംഭിച്ച് ഒമാൻ വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. മസ്കത്ത്, ധോഫാർ, വടക്കൻ ബാത്തിന എന്നിങ്ങനെ 3 ഗവർണറേറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭ്യമാക്കുക. മൊബൈൽ ലാബ് സേവനം ഒമാനിൽ ആദ്യത്തേതും GCCയിൽ രണ്ടാമത്തേതും ആണെന്ന് മന്ത്രാലയത്തിലെ സ്റ്റാൻഡേർഡ് ആൻഡ് മെട്രോളജി ഡയറക്ടർ ജനറൽ ഇമാദ് ഖമീസ് അൽ ഷുഖൈലി പറഞ്ഞു. പ്രാദേശികവും അന്തർദേശീയവുമായ
നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഇന്ധന സ്റ്റേഷൻ ഉടമകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനകളിലൂടെ സാധിക്കും. അതുവഴി ഇന്ധനത്തിന്റെ അളവിലും തരത്തിലുള്ള വീഴ്ചകൾ ഒഴിവാക്കാനും സഹായകമാകും. ഇന്ധനത്തിന്റെ തരം പരിശോധിക്കാൻ മൊബൈൽ ലാബുകളിൽ അത്യാധുനിക ഉപകരണങ്ങൾ സജ്ജീകരിക്കുമെന്നും ഇമാദ് അൽ ഷുഖൈലി വിശദീകരിച്ചു. ഇന്ധന മേഖലയിലെ പരാതികൾ കുറയ്ക്കുക, കൃത്രിമം തടയുക, ഉപഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഇന്ധനം ലഭ്യമാക്കുക, ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുക, ഇന്ധന സ്റ്റേഷനുകളിലെ നിയന്ത്രണം സുതാര്യമാക്കുക എന്നിവയാണ് മൊബൈൽ ലാബ് സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിലെ പ്രവർത്തനം വിലയിരുത്തി എല്ലാ ഗവർണറേറ്റുകളിലും യൂണിറ്റുകൾ ലഭ്യമാക്കി സേവനം വിപുലീകരിക്കാൻ വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ലക്ഷ്യമിടുന്നു. ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ മക്ക ഹൈപ്പർ മാർക്കറ്റിന്റെ 40ാമത് ഷോറൂം ദാഖിറ ഗവർണറേറ്റിലെ ദെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗവർണർ ഷൈഖ് മുസല്ലം ബിൻ അഹമ്മദ് ബിൻ സയ്യിദ് അൽ മഷാനി, മക്ക ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ മമ്മൂട്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഒമാനിലെ മത്തിപ്രേമികൾക്കിനി സുലഭമായി മത്തി ലഭിക്കും. ഏപ്രിൽ വരെയാണ് ധോഫാർ തീരത്ത് മത്തിയുടെ സീസൺ. പടിഞ്ഞാറ് റൈസൂത്തിനും കിഴക്ക് മിർമാത്തിനും ഇടയിലാണ് ഇക്കാലയളവിൽ കൂറ്റൻ മത്തി ചാകര കാണാനാകുന്നത്. വരും ദിനങ്ങളിൽ മത്സ്യവിപണി കീഴടക്കാൻ കൂടുതൽ മത്തിയെത്തും. വിലയും കുറയും. ഒരു സംഘത്തലവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ചാകര പിടിക്കാൻ ഇറങ്ങുന്നവരിൽ 30 മുതൽ 40 വരെ അംഗങ്ങളുണ്ടാകും. കഴിവും കൃത്യതയും ക്ഷമയും ആവശ്യമുള്ള കഠിനമായ ജോലിയാണ് മത്തിച്ചാകര പിടിക്കുകയെന്നത്. കൂട്ടമായി എത്തുന്ന മത്തിച്ചാകരയെ കണ്ടെത്തുക, വലിയ വലയെറിഞ്ഞ് ഇവയെ പിടിച്ച് ബോട്ടിലാക്കുക, ഭാരമേറിയ ഇതിനെ കരയിലെത്തിച്ച് വാഹനങ്ങളിലേക്ക് മാറ്റുക എന്നിവ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു. സൈഫ എന്ന് വിളിക്കപ്പെടുന്ന കയറുകളിൽ നിന്ന് ഗ്രീഫ് എന്നറിയപ്പെടുന്ന ആധുനിക വലകളിലേക്കുള്ള മാറ്റം മത്സ്യബന്ധനത്തിൽ വന്ന പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന മത്സ്യത്തൊഴിലാളിയായ സലേം ബിൻ സയ്യിദ് അൽ ബറക്ക പറഞ്ഞു. നെയ്തെടുക്കുന്ന ഈ വലകൾക്ക് ഏകദേശം 100 മീറ്റർ നീളമുണ്ടാകും. പ്രവർത്തിക്കാൻ 40 തൊഴിലാളികൾ വരെ ആവശ്യമാണ്. മികച്ച മുന്നൊരുക്കങ്ങളും ഉപകരണങ്ങളും മറ്റും അറ്റകുറ്റപ്പണികൾ നടത്തിയുമാണ് സീസണിനെ വരവേൽക്കാൻ ഒരുങ്ങുക. ശരത്കാലത്തിനു ശേഷമുള്ള ഉയർന്ന തിരമാലകൾ പോലുള്ള വെല്ലുവിളികൾക്കിടയിലും ധോഫാറിലെ മത്സ്യബന്ധന സമൂഹങ്ങളുടെ ഉപജീവനത്തിന് മത്തി അത്യന്താപേക്ഷിതമാണെന്ന് യുവ മത്സ്യത്തൊഴിലാളിയായ ഹാനി ബിൻ സലേം ബാറ്റ്മി പറഞ്ഞു. മത്സ്യപ്രിയർക്ക് കഴിക്കാൻ വിപണിയിൽ മാത്രമല്ല ചാകരയായി ലഭിക്കുന്ന മത്തി എത്തുന്നത്. വിവിധ ജീവികൾക്കായി ഒരുക്കുന്ന ഭക്ഷണത്തിലും മത്തി ഉണക്കി ഉപയോഗിക്കുന്നുണ്ട്. മത്സ്യബന്ധനം മുതൽ വിപണനവും മറ്റുമായി നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാലം കൂടിയാണ് മത്തിച്ചാകര സീസൺ. മത്സ്യബന്ധന മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ആക്കം കൂട്ടുന്നു. മൃഗങ്ങൾക്ക് ഉയർന്ന പ്രോട്ടീനിൽ തീറ്റയായി മത്തി ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ കന്നുകാലി ഉടമകൾക്കും സീസൺ പ്രയോജനകരമാണ്. ഇത് കൂടുതൽ പാൽ ലഭിക്കാൻ സഹായിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.